അപകടത്തിൽ പോലീസ് കേസെടുത്തു. ബസ് ഡ്രൈവർക്കെതിരെയാണ് കേസെടുത്തത്. സംഭവത്തിൽ പരിക്കേറ്റ യാത്രക്കാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. അതേസമയം അമിത വേഗതയും സാങ്കേതിക പ്രശ്നങ്ങളും അപകടത്തിന് കാരണമായിട്ടുണ്ടോ എന്നതുൾപ്പെടെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കുറ്റിപ്പുറത്ത് റെയിൽവേ മേൽപ്പാലത്തിന് സമീപമുള്ള ദേശീയപാതയിലാണ് അപകടമുണ്ടായത്. ഇറക്കവും വളവുമുള്ള ഭാഗത്താണ് അപകടമുണ്ടായിട്ടുള്ളത്. ബസിന്റെ ടയർ ഊരിത്തെറിച്ചിട്ടുണ്ട്. ഒരു ഡിവൈഡറിൽ ഇടിച്ച് കരണം മറിഞ്ഞ് വലതുവശത്തെ ഡിവൈഡറിന് മുകളിൽ വീണു. കഴിഞ്ഞയാഴ്ചയുണ്ടായ അപകടത്തെ തുടർന്ന് നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്കാണ് ബസ് കരണം മറിഞ്ഞു വീണത്. ബസ് വേഗത്തിലായിരുന്നുവെന്ന് രക്ഷപ്പെട്ട യാത്രക്കാർ പറഞ്ഞു. യാത്രക്കാരെല്ലാം സീറ്റിൽ ഇരിക്കുകയായിരുന്നു. അപകടം നടന്നയുടൻ ഡീസൽ ടാങ്ക് പൊട്ടി ഇന്ധനം പുറത്തേക്ക് ഒഴുകിയിട്ടുണ്ട്. ടയറിന് എന്തെങ്കിലും പറ്റി നിയന്ത്രണം പോയതാണോ അമിത വേഗമാണോ അപകടത്തിന്റെ കാരണങ്ങളെന്ന സ്ഥലത്തെത്തിയ മോട്ടോർ വാഹന വകുപ്പും പോലീസും പരിശോധിച്ചു വരികയാണ്. തലകീഴായി മറിഞ്ഞ ബസ്സിൽ നിന്ന് യാത്രക്കാരെ നാട്ടുകാർ പണിപ്പെട്ടാണ് പുറത്തെടുത്തത്. അപകടത്തിൽ കോഴിക്കോട് പെരുവയൽ സ്വദേശി വിഷ്ണു മരിച്ചിരുന്നു. 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. അതേസമയം അപകട മേഖലയാണെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി വേണമെന്നും നാട്ടുകാരും ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് കേരള വിഷൻ.